ഇതൊക്കെ ജനം കാണുന്നുണ്ട്. കുറിപ്പുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. KSU നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ പോലീസ് നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. വടക്കാഞ്ചേരി SHO ഷാജഹാന്റെ നയമല്ല ഇതെന്നും മറിച്ച് സർക്കാരിന്റെ നയമാണിതെന്നും രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ഈ കാഴ്ച കാണുന്ന ഈ പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ വേദന ഈ നാട് കാണും. ഈ തോന്നിവാസം എല്ലാം കാണിക്കുന്ന ലാത്തിയിലും തൊപ്പിയിലും അതണിഞ്ഞവർ തരുന്ന സല്യൂട്ടിലും അഭിനമിക്കുന്നവരോട് ഓർമ്മിപ്പിക്കുന്നു. ഇതൊക്കെ ജനം കാണുന്നുണ്ട്. ആ സല്യൂട്ട് തരുന്ന പദവികൾ അവർക്ക് തിരിച്ചെടുക്കാൻ അധികം ആലോചനകൾ വേണ്ടിവരില്ല എന്നും കുറിപ്പിൽ പറയുന്നു. തൃശൂരിലെ മുള്ളൂർക്കരയിൽ KSU SFI പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പ്രതികളായ KSU പ്രവർത്തകരെയാണ് മുഖത്ത് കറുത്ത തുണിയിട്ട് കോടതിയിൽ ഹാജരാക്കിയത്. സംഭവത്തിൽ വടക്കാഞ്ചേരി CI ഷാജഹാന് ഷോക്കോട്ട് നോട്ടീസ് നൽകി. വടക്കാഞ്ചേരി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഷാജഹാന് നോട്ടീസ് അയച്ചത്. വിദ്യാർത്ഥികളെ മുഖംമൂടി ധരിപ്പിച്ച് ഹാജരാക്കിയതിന് പിന്നാലെയാണ് നടപടി. രാഷ്ട്രീയ സംഘർഷത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ ഇത്തരം കറുത്ത മാസ്കും കൈവിലങ്ങും ഇട്ടുകൊണ്ടുവന്നത് എന്തിനെന്നും കോടതി ചോദിച്ചു. അതേസമയം KSU പ്രവർത്തകരുടെ മുഖത്ത് കറുത്ത തുണിയിട്ട് കോടതിയിൽ ഹാജരാക്കിയതിൽ KSU പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. കൊടും കുറ്റവാളികളെയും ഭീകരവാദികളെയുമാണ് സാധാരണയായി മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചാണ് KSU പ്രതിഷേധം നടത്തുന്നത്. ആഴ്ചകൾക്ക് മുമ്പായിരുന്നു മുള്ളൂർക്കരയിൽ KSU SFI പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാകുന്നത്. സംഭവത്തെ തുടർന്ന് ചില KSU നേതാക്കൾ ഒളിവിൽ പോയിരുന്നു. ഈ സമയത്ത് ഗണേശൻ എന്ന പ്രവർത്തകന്റെ വീട്ടിൽ പോലീസ് എത്തുകയും കുടുംബത്തോട് അപമര്യാദയായി പെരുമാറിയെന്നും ആരോപണം ഉയർന്നിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU പ്രവർത്തകർ മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ വടക്കഞ്ചേരി CI ഷാജഹാനെതിരെയായിരുന്നു പ്രവർത്തകർ പ്രധാനമായും ആരോപണം ഉന്നയിച്ചിരുന്നത്. ഷാജഹാൻ പാതിരാത്രി വീട്ടിൽ കയറി കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു KSUവിന്റെ ആരോപണം.